എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ എന്ന് പറയുന്നത് പണി നടക്കുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് സിന്ധു കൃഷ്ണ തന്റെ യൂട്യൂബ് വീഡിയോകളിൽ സ്ഥിരമായി പറഞ്ഞിരുന്ന കാര്യമാണ് തങ്ങളുടെ വീട് റെനോവേറ്റ് ചെയ്യുകയാണെന്നും ചില അറ്റകുറ്റപ്പണികൾ നടക്കുകയാണെന്നും. അതിന്റെ തിരക്കും മറ്റും കാരണം വീഡിയോകളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു. ഇപ്പോൾ വീടിന്റെ പണി പൂർത്തിയായി. വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നതിനാൽ പല കബോർഡുകളിലും ചിതല് കയറുമായിരുന്നു. എവിടെയെങ്കിലും യാത്ര പോയി വന്നാൽ അടിയിലെ തട്ടിലിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ചിതല് കയറി നശിച്ചിട്ടുണ്ടാവും. 20 വർഷമായ വീടാണത്. അതിനാൽ ചിതലിന്റെയും മറ്റും പ്രശ്നങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു. സ്റ്റോറേജും കുറവായിരുന്നു. അപ്പോൾ ഉള്ള കബോർഡുകൾ റീഡൂ ചെയ്യാനും പുതുതായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊണ്ടുവരാനുമായിരുന്നു പുതിയ റെനോവേഷൻ. ഈ വീടിന്റെ റെനോവേഷൻ ചെയ്തത് മറ്റാരുമല്ല, ഇഷാനി കൃഷ്ണയുടെ ബോയ്ഫ്രണ്ട് അർജുനാണ്. ഇന്റീരിയർ ഡിസൈനറായ അർജുന് ഏക ഡിസൈൻ കളക്റ്റീവ് എന്ന കമ്പനിയുണ്ട്. കബോർഡുകളുടെ ഇഷ്യൂസിനെ പറ്റി സിന്ധു കൃഷ്ണ എപ്പോഴും അർജുനോട് പറഞ്ഞപ്പോൾ അർജുനാണ് സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഒരു റിനോവേഷൻ ചെയ്യാമെന്ന്. പിന്നീട് അർജുൻ തന്നെ മുൻകൈ എടുത്ത് പല ഡിസൈൻസും കാണിച്ചു. പിന്നീട് എല്ലാ ഡീലിങ്സും അഹാന കൃഷ്ണയായിരുന്നു. അർജുന്റെ വർക്ക്സ് പലതും കാണിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. മാക്സിമം സ്റ്റോറേജ് സ്പേസ് ആണ് ഉദ്ദേശിച്ചിരുന്നത്. അത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. വീട് നിറയെ സ്ത്രീകളായതുകൊണ്ട് നിറയെ മിറേഴ്സും തന്നിട്ടുണ്ട്. ഈർപ്പം നിലനിൽക്കുന്ന പ്രശ്നമുള്ളതിനാൽ ആദ്യം ടെർമൈറ്റ് പ്രൂഫിങ്ങും പിന്നെ വാട്ടർ പ്രൂഫിങ്ങും ചെയ്ത് അതിന്റെ പുറത്താണ് പുതിയ സ്റ്റോറേജ് യൂണിറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 3D റെൻഡർ തന്നതിനേക്കാൾ മനോഹരമായിട്ടാണ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് അഹാന കൃഷ്ണ പറഞ്ഞു. അർജുൻ ചെയ്ത വർക്കിൽ 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് അഹാന കൃഷ്ണയും സിന്ധു കൃഷ്ണയും പറഞ്ഞു.